കേരള നസ്രാണി സഭ റോമൻ സഭകൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ല്. പ്രിയപ്പെട്ടവരെ, ഭാരതം മതദർശനങ്ങളുടെ പിള്ളത്തൊട്ടിലാണ്. നാസ്തിക ദർശനങ്ങളും നിരവധി ആസ്തിക ദർശനങ്ങളും ഭാരത സാംസ്കാരിക ഭൂമിയിൽ പുറകെക്കൊണ്ടു. അതുപോലെ തന്നെ ഭാരതത്തിന് പുറമേ നിന്ന് വന്ന മതദർശനങ്ങളെയും ഭാരതീയർ സ്വാഗതം ചെയ്യുകയും സ്വാംശീകരിക്കുകയും ചെയ്തു. ഒരേ സത്യത്തെ ജ്ഞാനികൾ വ്യത്യസ്ത ഭാഷകളിൽ പറയുന്നുവെന്നേ ഉള്ളൂ എന്ന വിവേകബുദ്ധി ഭാരത സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് വൈവിധ്യങ്ങളിൽ ഏകത്വം ദർശിക്കാനുള്ള വിശാലത ഈ സംസ്കാരത്തിനുണ്ടായത്. 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ക്രിസ്തുമതം എത്തി. 7-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഇസ്ലാം മതം അതേ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിൽ സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ പേരിൽ ഒരു മതസ്പർദ്ധയും ഇവിടെ ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, ക്രൈസ്തവ പള്ളികളും മുസ്ലിം മോസ്കുകളും സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളും മറ്റെല്ലാ ഒത്താശകളും അന്നത്തെ ഹിന്ദു രാജാക്കന്മാർ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അതായത്, മറ്റു രാജ്യങ്ങളിൽ മതങ്ങൾ തമ്മിൽ കിടമത്സരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇവിടെ മതമൈത്രിയാണ് നിലനിന്നിരുന്നത് എന്ന്. വിശാലമായ ഈ സാംസ്കാരിക ഭൂമികയിലേക്കാണ് ക്രിസ്തുമതം എത്തിയതും യാതൊരു മതപീഡനവുമില്ലാതെ വളർന്ന് പന്തലിച്ചതും. അതിൻ്റെ പേരിൽ ഇവിടുത്തെ ക്രൈസ്തവരാരും തങ്ങളുടെ ദേശീയ സംസ്കാരമോ ഭാഷയോ വേഷമോ മാറ്റുകയുണ്ടായില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ വ്യത്യസ്ത ദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചതായി നമുക്കറിയാം. റോമിലെ ജനങ്ങൾ ക്രിസ്തുമതം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവർക്കാർക്കും യഹൂദ വേഷവിധാനങ്ങളോ ആചാരങ്ങളോ ഭാഷയോ സ്വീകരിക്കേണ്ടി വന്നിട്ടില്ല. തൻ്റെ ദർശനം സ്വീകരിക്കുന്നവർ എന്ത് വേഷം ധരിക്കണമെന്നോ ഏതെല്ലാം ആചാരങ്ങൾ പാലിക്കണമെന്നോ ഏത് ഭാഷ സ്വീകരിക്കണമെന്നോ യേശുവും നിഷ്കർഷിച്ചിരുന്നില്ല. ജനങ്ങളുടെ സംസ്കാരവും ജീവിത രീതികളും അതിൻ്റെ തനിമയെ നിലനിർത്തിക്കൊണ്ട് തന്നെ യേശുവിൻ്റെ ദർശനം സ്വീകരിക്കുന്നതിനും അതിൽ ജീവിക്കുന്നതിനുമുള്ള അവകാശത്തെ സ്ലിഹന്മാരും എതിർത്തിരുന്നില്ല. ഇപ്രകാരം നിറഞ്ഞ സ്വാതന്ത്ര്യത്തിൽ ഗാർഹിക സഭകളായി ആരംഭിച്ച് പ്രാദേശിക സഭകളായി വളർന്ന് റോമാ സാമ്രാജ്യമാകെ പടരുകയായിരുന്നു ആദിമസഭ. കോറിന്തോസിലെയും ഗലാത്തിയയിലെയും എഫേസോസിലെയും സഭകളെപ്പോലെ തന്നെ ഓരോ പ്രാദേശിക സഭയും സ്വതന്ത്രമായിരുന്നു. പരസ്പരം ബന്ധം പുലർത്തിയിരുന്നെങ്കിലും തമ്മിൽ സഹായിച്ചിരുന്നെങ്കിലും ഒരു സഭയും മറ്റൊരു സഭയ്ക്ക് കീഴിലായിരുന്നില്ല. അവിടെ അധികാരികളോ അധികാര സംവിധാനമോ ഉണ്ടായിരുന്നുമില്ല. മറിച്ച് ആധ്യാത്മിക ശുശ്രൂഷകരായ മൂപ്പന്മാരും വ്യാവഹാരിക ജീവിതകാര്യങ്ങൾ നോക്കി നടത്താൻ നിയോഗിക്കപ്പെട്ട ഭൗതിക ശുശ്രൂഷകരുമാണ് ഉണ്ടായിരുന്നത്. പത്രോസ് പോലും കൂട്ടുമൂപ്പൻ എന്നായിരുന്നുവല്ലോ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്രകാരം പ്രാദേശികമായ സമാന്തര സഭകളുടെ ശൃംഖലകളായി കണ്ണിചേർന്നു അതാത് പ്രാദേശിക സംസ്കാരങ്ങളിൽ വേരാഴ്ത്തിയുമാണ് ആദിമസഭ വളർന്നത്. അവിടെ ആധികാരികമായ ആരാധനാക്രമങ്ങളൊന്നും കൂടാതെ വിശ്വാസി സമൂഹങ്ങൾ വീടുകളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തിയും സാഹോദര്യം പങ്കിട്ടും ദൈവത്തെ അരൂപിൽ ആരാധിച്ചും മതപീഡനങ്ങൾക്കിടയിലും ആഹ്ലാദചിത്തരായി ജീവിച്ചു പോരുകയാണ് ചെയ്തത്. ഈ സംവിധാനത്തിന് ഇളക്കം തട്ടി തുടങ്ങിയത് AD 313 മിലാൻ വിളംബരത്തിലൂടെ ആയിരുന്നു. ഈ വിളംബരത്തിലൂടെ റോമാ സാമ്രാജ്യം ക്രിസ്തുമത പീഡനം നിർത്തുകയും ക്രമേണ സഭയുടെ നിയന്ത്രണം റോമൻ ചക്രവർത്തി ഏറ്റെടുക്കുകയുമായിരുന്നു. തുടർന്ന് AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നിഖ്യ സൂനകദോസ് വിളിച്ചു ചേർത്ത് ദിവ്യശാസ്ത്രപരമായ കാര്യങ്ങളിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയും സഭയ്ക്കായി ഒരു വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയും നാട് കടത്തുകയും വരെ ചെയ്തു. AD 380 തെസലോനിക്ക വിളംബരത്തിലൂടെ ക്രിസ്തുമതത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചുകൂടി ചെയ്തതോടെ മറ്റു മതസ്ഥർക്കും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ക്രൈസ്തവർക്കുമെതിരെ കത്തോലിക്ക സഭയുടെ മതപീഡനം ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ സഭ റോമനായി മാറിയപ്പോഴത്തെ വ്യത്യാസങ്ങൾ നാം ഇവിടെ ആദിമസഭയുമായി തട്ടിച്ചു നോക്കി കാണേണ്ടതുണ്ട്. നിങ്ങളിൽ അധികാരികൾ ഉണ്ടാകരുത് എന്ന യേശുവിൻ്റെ കൽപ്പന ആദിമസഭയിൽ പാലിക്കപ്പെട്ടുവെങ്കിൽ സഭയെ അതിൽ തന്നെ ഒരു അധികാര സാമ്രാജ്യമാക്കുകയാണ് റോമൻ സഭ ചെയ്തത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ശിഷ്യരാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കും എന്ന യേശുവിൻ്റെ ഉപദേശസാരം മനസ്സിലാക്കി സ്നേഹത്തിലും കൂട്ടായ്മയിലുമാണ് ആദിമസഭാ സമൂഹങ്ങൾ ജീവിച്ചതെങ്കിൽ പരസ്പരം സ്നേഹിക്കാനാവാത്ത വിധത്തിൽ മനുഷ്യരെ അധികാരത്തിൻ്റെ പല തട്ടുകളിലാക്കി സഭയിൽ ആധിപത്യവും വിധേയത്വവും വ്യവസ്ഥാപിക്കുകയാണ് റോമൻ സഭകൾ ചെയ്തത്. നമുക്കെതിരല്ലാത്തവർ നമുക്കുള്ളവരാണ് എന്ന് യേശു പറഞ്ഞെങ്കിൽ പൗരസ്ത്യ റോമൻ സഭകളെപ്പോലും നമുക്കുള്ളവരാണ് എന്ന് അംഗീകരിക്കാൻ പാശ്ചാത്യ സഭ തയ്യാറായില്ല. അവയ്ക്ക് ഭിന്നിച്ച് അകലേണ്ടി വന്നു. സ്വന്തം സഹോദര സഭയെപ്പോലും അംഗീകരിക്കാൻ കഴിയാത്ത പാശ്ചാത്യ റോമൻ സഭയ്ക്ക് പിന്നെ എങ്ങനെ ഇന്ത്യൻ നസ്രാണി സഭയെ സഹിക്കാൻ കഴിയും? മുഴുവൻ ലോകത്തിൻ്റെയും അധിപൻ എന്ന മട്ടിൽ
അന്നത്തെ മാർപ്പാപ്പ ലോകത്തെ കിഴക്കും പടിഞ്ഞാറുമായി പകുത്ത് ഒരു പകുതി സ്പെയിൻ രാജാവിനും മറ്റേ പകുതി പോർട്ടുഗീസ് രാജാവിനുമായി പങ്കിട്ടുകൊണ്ട് തനിക്ക് വേണ്ടി മതഭരണം നടത്താനുള്ള അവകാശപത്രം അവർക്ക് നൽകി എന്നതിൽ നിന്ന് തന്നെ എത്രമാത്രം അധികാര ധാർഷ്ട്യമാണ് അക്കാലത്തെ മാർപ്പാപ്പമാർ പ്രകടിപ്പിച്ചിരുന്നത് എന്ന് വ്യക്തമാണല്ലോ. കേരളത്തിലെത്തിയ പോർട്ടുഗീസ് മിഷണറിമാരുടെ ഒരു നൂറ്റാണ്ട് കാലത്തെ യുദ്ധസമാനമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഉദയംപേരൂർ സൂനകദോസിലൂടെ നസ്രാണി സഭയെ പരാജയപ്പെടുത്തി കെട്ടിവലിച്ച് റോമൻ കത്തോലിക്ക സഭയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടുകയായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ഇതെല്ലാം ബലപ്രയോഗമായിരുന്നുവെന്നും യേശു വിലക്കിയ ആധിപത്യ രാഷ്ട്രീയമായിരുന്നുവെന്നും കൊളോണിയൽ അധിനിവേശമായിരുന്നുവെന്നും മനസ്സിലാക്കി അംഗീകരിച്ചതും അതിന് പ്രതിവിധി നിർദ്ദേശിച്ചതും രണ്ടാം വത്തിക്കാൻ കൗൺസിലാണ്. അതിൻ പ്രകാരം പൗരസ്ത്യ റോമൻ സഭകൾക്ക് ഉൾപ്പെടെ പൗരസ്ത്യ ദേശത്തെ സഭകൾക്ക് ചരിത്രത്തിൻ്റെയും വ്യക്തികളുടെയും ഇടപെടലുകളിലൂടെ നഷ്ടപ്പെട്ട പൈതൃക പാരമ്പര്യങ്ങൾ സ്വയം വീണ്ടെടുക്കാനുള്ള അവകാശവും കടമയും അതാത് സഭകൾക്കുണ്ടെന്ന പ്രഖ്യാപനമായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നടത്തിയത്. ഭാരത നസ്രാണി പാരമ്പര്യം പേറുന്ന സീറോ മലബാർ സഭയ്ക്ക് തനത് പൈതൃക പാരമ്പര്യങ്ങൾ വീണ്ടെടുത്ത് മാർപ്പാപ്പായുടെ ആധ്യാത്മിക മാർഗദർശനത്തിന് കീഴിൽ ഇന്ത്യൻ സ്വത്വബോധത്തോടെ യേശുവിൻ്റെ മുഖഭാവമണിഞ്ഞ് അന്തസ്സോടും തലയെടുപ്പോടും കൂടി പുലരാൻ ലഭിച്ച ഒരു സുവർണ അവസരമായിരുന്നു അത്. ആ അവസരമാണ് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം കൽദായ സുറിയാനി സഭയുടേതാണെന്ന വിദണ്ഡ വാദമുയർത്തി റോമിലെ പൗരസ്ത്യ സംഘവും ഇവിടുത്തെ ഏതാനും മിർജാഫർ മെത്രാന്മാരും കൂടി തകർത്ത് കളഞ്ഞത്. ഇന്നിപ്പോൾ മുഴുവൻ സിനഡ് മെത്രാന്മാരും സ്വന്തം അപ്പനെ പിതൃത്വത്തെ തള്ളിപ്പറയുന്ന ഈ ആത്മവഞ്ചനയിൽ പങ്കാളികളായിക്കൊണ്ട് ശക്തമായ കൽദായവൽക്കരണത്തിലൂടെ നമ്മുടെ നസ്രാണി സ്വത്വത്തെ എന്നേക്കുമായി കൊല ചെയ്യാൻ പൗരസ്ത്യ റോമനാക്കാൻ നോക്കുകയാണ്. ഇവിടെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത വിശ്വാസി സമൂഹത്തിൻ്റെയും വൈദിക സമൂഹത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെ പ്രസക്തി നാം തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ ലാറ്റിനൈസേഷനിലൂടെ മാർത്തോമാ നസ്രാണി സഭയുടെ സ്വത്വം നശിപ്പിച്ച പാശ്ചാത്യ സഭയുടെ കൂടെയല്ലേ എറണാകുളം രൂപതക്കാർ എന്ന ചോദ്യം പലരും ഉയർത്തി കേട്ടിട്ടുണ്ട്. താൽക്കാലികമായി അതെ എന്നു തന്നെയാണ് അതിനുത്തരം. പക്ഷേ നമ്മുടെ പൈതൃകം പാശ്ചാത്യ സഭയുടേതാണെന്ന് ഈ ലത്തീൻ സഭ അവകാശപ്പെടുന്നില്ല. എന്നാൽ പൗരസ്ത്യ സംഘവും ഈ സഭയിലെ കൽദായവാദി മെത്രാന്മാരും നമ്മുടെ സഭയുടെ പൈതൃകം കൽദായ സുറിയാനി സഭയുടേതാണെന്ന് അവകാശപ്പെടുന്നു. അത് സ്ഥാപിക്കാൻ കടുംപിടുത്ത ശക്തിയോടെ ശ്രമിക്കുന്നു. അതാണ് വ്യത്യാസം. നമ്മുടെ സഭ കൽദായ സുറിയാനി സഭയുടെ ഭാഗമല്ല എന്ന വാദം ശക്തമായി നിലനിൽക്കുവോളം നമുക്ക് നമ്മുടെ തനത് പൈതൃകത്തിലേക്ക് തിരിയാനുള്ള ഒരു പഴുത് അവിടെയുണ്ട്. കൽദായവൽക്കരണത്തിന് പൂർണ്ണമായി അടിമപ്പെട്ടാൽ പിന്നെ അങ്ങനെ ഒരു സാധ്യത തന്നെ അടഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് പാശ്ചാത്യ സഭയുടെ രീതികൾ അവലംബിച്ചുകൊണ്ടാണെങ്കിലും നമ്മുടെ സഭയുടെ കൽദായവൽക്കരണത്തെ തടയുക എന്നത് മാർത്തോമാ നസ്രാണി സഭയുടെ ചരിത്രധർമ്മമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കൃത്യമായി അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ആ ധർമ്മമാണ് എറണാകുളം അങ്കമാലി അതിരൂപതക്കാർ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ഞാൻ കാണുന്നു. വാസ്തവത്തിൽ പാശ്ചാത്യ പൗരസ്ത്യ റോമൻ സഭകൾ തള്ളിക്കളഞ്ഞ സഭയുടെ മൂലക്കല്ലാണ് ഭാരത നസ്രാണി സഭ. ഭാരതീയ സാംസ്കാരിക ഭൂമികയിൽ വളർന്നു വികസിച്ച നസ്രാണി സഭയെ രണ്ടാമത്തെ ആദിമസഭയായി തന്നെ നാം കാണേണ്ടതുണ്ട്. റോമൻ സാമ്രാജ്യത്തിന് വെളിയിൽ രൂപപ്പെട്ടു വളർന്ന ഒരേയൊരു സഭയാണത്. ബൈബിൾ പരാമർശിതമായ ആദിമസഭയ്ക്ക് 3 നൂറ്റാണ്ട് കാലത്തെ ആയുസ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും യേശുവിരുദ്ധമായ റോമൻ സാമ്രാജ്യത്തിൻ്റെ ധൃതരാഷ്ട്ര ആലിംഗനത്തിൽപ്പെട്ട് യേശുവിൻ്റെ ചൈതന്യവും മൂല്യങ്ങളുമെല്ലാം ഞെരിഞ്ഞമർന്ന് തകർന്നു പോവുകയാണ് ഉണ്ടായത്. പകരം ആധിപത്യം, മതമൗലികവാദം, ഇതര മതദ്വേഷം മുതലായ മനുഷ്യവിരുദ്ധവും മതവിരുദ്ധവുമായ സാമ്രാജ്യത്വ മൂല്യങ്ങളുടെ ശാക്തീകരണമാണ് സംഭവിച്ചത്. അതേസമയം ഭാരതത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക ഭൂമികയിൽ നിന്ന് വെള്ളവും വളവും സ്വീകരിച്ച് യാതൊരുവിധ പീഡനങ്ങളും ഏൽക്കാതെ വളർന്ന രണ്ടാമത്തെ ആദിമസഭയായ മാർത്തോമാ നസ്രാണി സഭയ്ക്ക് 16 നൂറ്റാണ്ട് കാലം യേശുവിൻ്റെ ചൈതന്യത്തിൽ ഇവിടെ പുലരാൻ കഴിഞ്ഞു. ഈ വസ്തുതയെ നാം നിസ്സാരമായി കാണാൻ പാടില്ലാത്തതാണ്. നസ്രാണി സഭയെ അടിമത്തത്തിലാഴ്ത്തിയത് യേശുവിൻ്റെ പേരിൽ ഇവിടെ എത്തിയ റോമൻ സഭകളായിരുന്നു എന്ന സത്യവും നാം എടുത്തു കാണേണ്ടതുണ്ട്. രാജ്യ ശക്തി മഹത്വങ്ങളോടെ 17 നൂറ്റാണ്ട് കാലം മുടിചൂടി നിന്ന ആ റോമൻ സഭകളാണ് ഇന്ന് ക്രൈസ്തവം എന്നവകാശപ്പെട്ടിരുന്ന യൂറോപ്പിലെയും അമേരിക്കയിലെയും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലുമെല്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നോർക്കുക. പൗരസ്ത്യ റോമൻ സഭകളും ഇസ്ലാമിക ആധിപത്യം മൂലം ദുർബലമാണിന്ന്. അതേസമയം എത്ര അടിമപ്പെടുത്തിയിട്ടും എത്ര ഭിന്നിപ്പിച്ചിട്ടും എത്ര തളർത്തിയിട്ടും എത്ര ഛിന്നഭിന്നമാക്കാൻ നോക്കിയിട്ടും
നസ്രാണി പാരമ്പര്യമുള്ള കേരളത്തിലെ സഭകളിലൊന്നും തന്നെ അത്തരത്തിലൊരു തകർച്ച കാണുന്നില്ലെന്ന വസ്തുത പ്രത്യേക ശ്രദ്ധയർഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് റോമൻ സഭകൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലാണ് ഭാരത നസ്രാണി സഭ എന്ന് നേരത്തെ പറഞ്ഞത്. പുരോഹിതാധിപത്യമോ അധികാര ശ്രേണിയോ ഒന്നും കൂടാതെ ജാതി വ്യവസ്ഥ കൊടികുത്തി വാണിരുന്ന കാലത്തും സഭയ്ക്കുള്ളിൽ യാതൊരു വിവേചനവും കൂടാതെ ഇണങ്ങരായി ഇണങ്ങി ജീവിച്ച് മുന്നോട്ട് പോയ പള്ളിയോഗ സഭാഭരണ സമ്പ്രദായത്തിലൂടെ കൂട്ടായ്മ ജനാധിപത്യ സമ്പ്രദായം വ്യവസ്ഥാപിച്ച് മുന്നോട്ട് പോയ മാർത്തോമ നസ്രാണി സഭയുടെ 16 നൂറ്റാണ്ട് കാലത്തെ ആ ഗരിമ ഇന്നും നിലനിൽക്കുന്നുവെന്നും അതിൻ്റെ വേരുകൾ ഇന്നും അറ്റുപോയിട്ടില്ല എന്നുമാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. കേരള ക്രൈസ്തവ സമൂഹം എണ്ണത്തിൽ കുറയാതിരിക്കുന്നതിന് മറ്റ് കാരണങ്ങളൊന്നും കണ്ടെത്താനാകും എന്ന് തോന്നുന്നില്ല. ചരിത്രത്തിൻ്റെ പെൻഡുലം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് ആടാൻ ആരംഭിച്ചിരിക്കുന്നു. യേശുവിരുദ്ധമായിരുന്ന പാശ്ചാത്യ റോമൻ സാമ്രാജ്യത്വ ക്രിസ്തുമതം അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ യേശുവിൻ്റെ സ്നേഹപ്രഭാവത്തിന് അസ്തമയമില്ല. ആ സ്നേഹ കാരുണ്യ സന്ദേശം ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഇന്നത്തെ ലോകത്തിൽ ആ സ്നേഹ പതാക ഉയർത്താൻ രണ്ടാമത്തെ ആദിമസഭയായ ഭാരത നസ്രാണി സഭയ്ക്ക് മാത്രമാണ് ഇനി കഴിയുക എന്ന് ഞാൻ കരുതുന്നു. അതിന് കത്തോലിക്ക സഭയിൽ നിന്ന് മാറേണ്ട കാര്യമൊന്നുമില്ല. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രകാരം ഈ ആദിമസഭയുടെ പൂർവികമായ വിശുദ്ധ പാരമ്പര്യങ്ങൾ വീണ്ടെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രം മതി. ഈ സഭയുടെ ഇന്ത്യൻ സ്വത്വം കണ്ടെത്തി പുനഃസ്ഥാപിച്ചാൽ മാത്രം മതി. അതിൽ നാം വിജയിച്ചാൽ അതേ മാതൃകയിൽ ആഗോള കത്തോലിക്ക സഭയും ഇതര സഭകളും ആദിമസഭയുടെ വിശുദ്ധ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കാൻ നിർബന്ധിതരാകുകയും മുഴുവൻ സഭയിലേക്കും യേശു ചൈതന്യം വീണ്ടും കടന്നു വരികയും ചെയ്യും. അത്യുദാത്തമായ ഈ വിദൂര സാധ്യത കൂടി കണക്കിലെടുത്താൽ മാർത്തോമ നസ്രാണി സഭയുടെ ഇന്ത്യൻ സ്വത്വം പൂർണ്ണമായി അടിയറവയ്ക്കുന്ന കലുതായവൽക്കരണ പ്രക്രിയയ്ക്ക് തടയിടേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് കൂടുതലായി ബോധ്യപ്പെടും. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഏത് ദേശത്തും ഏത് സംസ്കാരത്തിലും യേശുവിൻ്റെ സ്നേഹ സന്ദേശത്തിന് വളർന്നു പന്തലിക്കാൻ കഴിയും. അത് പാശ്ചാത്യ പൗരസ്ത്യ റോമൻ സഭകളുടെ കീഴിലേ ആകാവൂ എന്നില്ല. അങ്ങനെയൊരു കുത്തകാവകാശം യേശു ആർക്കും ഒരു ദേശത്തിനും ഒരു സാമ്രാജ്യത്തിനും നൽകിയിട്ടുമില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ ആയിരുന്നു കൊണ്ട് തന്നെ മാർത്തോമ നസ്രാണി സഭയുടെ ഇന്ത്യൻ സ്വത്വം വീണ്ടെടുക്കുവാനുള്ള അവകാശവും കടമയും സീറോ മലബാർ സഭയ്ക്കുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് എന്തെങ്കിലും സാധ്യമാകണമെങ്കിൽ ഈ സഭയുടെ പൈതൃക പാരമ്പര്യങ്ങൾ കലുതായ സുറിയാനി സഭയുടേതാണെന്ന നുണപ്രചാരണത്തിന് ശക്തമായി തന്നെ തടയിടേണ്ടത് അനിവാര്യമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊള്ളട്ടെ. നിർത്തുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.